ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത് കഴിഞ്ഞ മന്ത്ലി PNL ആണ്. ഇന്നിപ്പോൾ ഫെബ്രുവരി 8 ആണ്, സൺഡേ ഫെബ്രുവരി 8 ആണ്. കഴിഞ്ഞ മന്ത് പറയുമ്പോൾ ജനുവരിയിലെ PNL ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇതിപ്പോൾ ഫ്ലാറ്റ് ട്രേഡിൻ്റെ പാനലാണ്. അതിൽ റെഫറൻഡേഡിലാണ് നമ്മൾ PNL ഒക്കെ കിടക്കുന്നത്. വെരിഫൈഡ് PNL പോവാം. വെരിഫൈഡ് PNL കസ്റ്റം ഡേറ്റ് റേഞ്ച് അടിച്ചു കൊടുക്കാം. അതിൽ ജനുവരി 1 മുതൽ ജനുവരി 31 വരെ ഉള്ളത്. അതിൽ കഴിഞ്ഞ മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനുവരിയിൽ ഞാൻ സിംഗിൾ ലോട്ട് വെച്ചിട്ടല്ല ചെയ്തത്. സിംഗിൾ ലോട്ട് വെച്ചാൽ സെയിം ക്വാണ്ടിറ്റി വെച്ചിട്ടല്ല കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ മന്ത് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ 2 ലോട്ടിലാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ജനുവരീൻ്റെ മുന്നേ 3 മാസം ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം ഞാൻ ട്രേഡ് ചെയ്തില്ലേനി. വളരെ 1-2 ട്രേഡ് മാത്രമേ ഉണ്ടായുള്ളൂ 3 മാസം മാർക്കറ്റ് ഇല്ലേനി. ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ ജനുവരിയിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു 2-3 ആഴ്ച 2 ലോട്ട് വെച്ച് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബാലൻസ് 2 ആഴ്ച 4 ലോട്ട് വെച്ച് ചെയ്തത്. ഇപ്പോൾ പിന്നെ ഫെബ്രുവരിയിൽ വീണ്ടും കൂട്ടി. സോ ഫസ്റ്റ് ഒരു 2-3 ആഴ്ച 2 ലോട്ടിൻ്റെ, പിന്നീട് ബാക്കിയുള്ളത് 4 ലോട്ടിൻ്റെ. അങ്ങനെ ആ രീതിയിലായിരിക്കും ടോട്ടൽ PNL ഉണ്ടാവുക. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കി നോക്കാം ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, ഇവിടെ കാണാം ടോട്ടൽ 24,000 ആണ് നമ്മളെ പ്രോഫിറ്റ് വന്നത്. അതിൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഡേ നോക്കുകയാണെങ്കിൽ 19,000. ഇത് 2 ട്രേഡും ടാർഗറ്റ് അടിച്ചാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ദിവസം 19,070.999 ഈ ദിവസമാണ് ഇനി ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. സോ അതിൻ്റെ മുന്നേ ഈ 2 വീക്കും എനിക്ക് തോന്നുന്നത് ഞാൻ ഈ 3 വീക്ക്, ഫസ്റ്റ് വീക്ക് വല്ലാണ്ട് ട്രേഡൊന്നും ഇല്ല, ആകെ 2 ദിവസമേ ഉള്ളൂ. ബാക്കി ഈ 2 വീക്ക് 2 ലോട്ടിൽ, ബാക്കി ഈ 2 വീക്കും 4 ലോട്ടിലാണ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായി. അതിൽ ലോസ് വന്ന ദിവസങ്ങളും പ്രോഫിറ്റ് വന്ന ദിവസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ബ്രേക്ക് ഇവണ്ണൊക്കെ വരാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പ്രോഫിറ്റ് ഒന്നുമില്ല. എന്തായാലും ഇതാണ് ഇനി ഹയസ്റ്റ് പ്രോഫിറ്റ് ഇട്ട ദിവസം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളെ ടോട്ടൽ ഇത് നോക്കുകയാണെങ്കിൽ, പേഴ്സൻറ്റേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സിംഗിൾ ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ കാൽക്കുലേറ്ററിൽ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിലിപ്പോൾ 24,000 ഫസ്റ്റ് 2 വീക്ക് ഞാൻ ചെയ്തത്, ഈ 2 വീക്ക് അല്ല ഈ 3 വീക്ക് ഞാൻ ചെയ്തത് 75,000 ആണ് ഞാൻ ഒരു ലോട്ടിന് എടുക്കുന്നത്. സോ 75,000 ഇൻറ്റു 2 ചെയ്യുകയാണെങ്കിൽ 1.5 ലക്ഷം, അതായത് 1.5 ലാക്ക് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് 3 ആഴ്ച ചെയ്തത്. ബാക്കി 2 ആഴ്ച ചെയ്തത് പ്ലസ് ഒരു അതിൻ്റെ ഡബിൾ, അതായത് 3 ലാക്ക് ക്യാപിറ്റൽ 3. സോ ടോട്ടൽ 4.5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുകയാണെങ്കിൽ 2.25 ആയിരിക്കും നമുക്ക് ടോട്ടൽ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴുള്ള ആവറേജ് കിട്ടുക. അതായത് ടോട്ടൽ മന്ത് ആവറേജ് ഒരു 2.25 ലക്ഷം റുപ്യ വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 2.25 ലാക്ക്, അതായത് 2,25,000. അത് വെച്ചിട്ട് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ 24,000 ഡിവൈഡഡ് ബൈ 2,50,000 ഈക്വൽ ടു ഇൻറ്റു 100. സോ 9.6% ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ മന്ത് ടോട്ടൽ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 9.6% ആണ്. ഇതൊന്നും വേറെ ആണ്, എന്നാലും ഒരു ആവറേജ് ക്യാപിറ്റൽ എടുത്തിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. 9.6 പറഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റിട്ടേൺ തന്നെയാണ്. 10% അടുത്ത് തന്നെ നമുക്കൊരു മാസം കൊണ്ട് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ജനുവരി ഏതായാലും 2026 ഏതായാലും സ്റ്റാർട്ടിങ് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പ്രോഫിറ്റ് എല്ലാ മാസവും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പം അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റാണ്. അടുത്ത മാസം ചിലപ്പോൾ ഇതിലും കൂടാം കുറയാം, എന്ത് വേണേൽ സംഭവിക്കാം. ചിലപ്പോൾ ലോസ് വരാം, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൺ ആവാം, ചിലപ്പോൾ കൂടുകയും ചെയ്യാം. 9.6 15% ആവാം, 20% ആവാം, ആ രീതിയിലൊക്കെ വരാം. പിന്നെ ഇപ്പോൾ ഫെബ്രുവരിയിൽ ഞാൻ ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ വെച്ചിട്ടല്ല. ഇതിപ്പോൾ നമ്മൾ കൂട്ടിയത് 2.25 വെച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് ചെയ്തത് 1.5 വെച്ചിട്ടാണ്. ഇനി അതിനുശേഷം അത് 3 ആക്കി. ഇപ്പോൾ അത് ചെയ്യണത് 6 ലോട്ടിലാണ്. 6 ലോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലോട്ടിന് എടുക്കുന്നത് 75,000 ആണ്. ഇൻറ്റു 6 ലോട്ട് ഞാൻ ചെയ്യുമ്പം ടോട്ടലി 4,50,000 ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ടാർഗറ്റൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 390 ക്വാണ്ടിറ്റി ആയിരിക്കും വരിക. അതായത് 6 ലോട്ടായി ഇൻറ്റു ഒരു ലോട്ടിൽ 65 ക്വാണ്ടിറ്റിയാണ്.
അതായത് ടോട്ടൽ 390 ക്വാണ്ടിറ്റിയാണ് ഞാൻ അപ്പം ട്രേഡ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ 390 ക്വാണ്ടിറ്റിയിൽ ഒരു ആവറേജ് ടാർഗറ്റ് പറഞ്ഞാൽ ഒരു 1:5 ഒക്കെ പിടിക്കുകയാണെങ്കിൽ 30 പോയിൻ്റ് ടാർഗറ്റ് ഉണ്ടാവും. 30ൽ കൂടുകയും കുറയൊക്കെ ചെയ്യും, നല്ലൊരു ആവറേജ് 1:5 പറയുമ്പോൾ 30 ആയിരിക്കും വരിക. അതിൽ ടാർഗറ്റ് അടിക്കുമ്പോൾ 11,700 ആയിരിക്കും. ആ റേഞ്ചിൽ പ്രോഫിറ്റ് കിട്ടിയ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഫെബ്രുവരി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ ക്യാപിറ്റലൊക്കെ ഞാൻ ഫെബ്രുവരി മന്ത് എൻ്റെ അതിന് ശേഷം കാണിക്കുന്നുണ്ട്. ലൈവ് ട്രേഡിൻ്റെ ഞാൻ ഇപ്പോൾ കാണിക്കലുണ്ട്, ഓരോ ദിവസത്തെ ട്രേഡിൻ്റെത് ഡീറ്റെയിൽസൊക്കെ. ഓക്കെ, സോ ഇതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടല്ല, ഒരു എന്താ പറയുക, ഒരു റൗണ്ട് നമ്പറിൻ്റെ അടുത്തൊന്നും അല്ല എടുക്കണം. കാരണം ലോട്ട് സൈസ് ഒരു മാറ്റി 65 ആക്കിയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചൊറയാണ്. എന്നാലും കുഴപ്പമില്ല, അതിനൊക്കെ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ലോ. സോ ക്യാപിറ്റൽ ഞാൻ പണ്ട് ചെയ്തത് 75 ക്വാണ്ടിറ്റി ഒരു ലോട്ടായ സമയത്ത് ഞാൻ 50,000 ആണ്. ഇനി 75 ക്വാണ്ടിറ്റിക്ക് 50,000 ആണ് ഇനി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ 65 ക്വാണ്ടിറ്റി, അതായത് ക്വാണ്ടിറ്റി ഒരു കുറച്ച് 65 ക്വാണ്ടിറ്റി ഉള്ളൂ. പക്ഷേ ഞാൻ ക്യാപിറ്റൽ ഞാൻ വീണ്ടും കൂട്ടുകയാണ് ചെയ്തത്. 50,000 വെച്ച് ചെയ്തുകൊണ്ടിരുന്നത് മാറ്റിയിട്ട് 75,000 ആക്കിയിട്ടുണ്ട്. ക്യാപിറ്റൽ കൂട്ടുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപിറ്റൽ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മളൊരു കോൺഫിഡൻസും നമുക്ക് എന്താ പറയുക, ഒരു റിസർവ് ഫണ്ട് ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. ലോസ് വന്നാലും പ്രശ്നം ഉണ്ടാവില്ലാണല്ലോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ഒരു അടുപ്പിച്ച് ഇതിപ്പോൾ ഒരു ആകെ മാക്സിമം ലോസ് അടുപ്പിച്ച് വന്നത് 1, 2, 3, 4 ദിവസം മാത്രമേ അടുപ്പിച്ച് ലോസ് വന്നുള്ളൂ. സോ അങ്ങനെ അടുപ്പിച്ച് ലോസ് വന്നു കഴിഞ്ഞാലും, ഇനിയിപ്പോൾ കുറച്ചൊരു ആഴ്ച 2 ആഴ്ചയൊക്കെ അടുപ്പിച്ച് ലോസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ട്രേഡ് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, ഇതിലിപ്പോൾ SL അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ പോകുന്നറിയാം. ഒരു ലോട്ടിൽ ഞാനിപ്പോൾ ഒരു ലോട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 75,000 ആണെന്ന് പറഞ്ഞല്ലോ. ഒരു ലോട്ട് പറഞ്ഞാൽ 65 ക്വാണ്ടിറ്റിയാണ്. 65 ക്വാണ്ടിറ്റി ഇൻറ്റു ഒരു ട്രേഡിൽ SL പറഞ്ഞാൽ 6 പോയിൻ്റാണ്. 6 പോയിൻ്റ് ഈക്വൽ ചെയ്യുകയാണെങ്കിൽ 390 റുപ്പീസ് ആയിരിക്കും എനിക്ക് ഒരു ട്രേഡിൽ ലോസ് വരാം. ഓക്കെ, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ലോട്ടിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ SL അടിച്ചാൽ 390 റുപ്പീസ് ആയിരിക്കും വരിക. നമുക്കൊരു ആവറേജ് 400 ആയിട്ട് കൂട്ടാം. അതിൽ കുറച്ച് ചാർജും കാര്യങ്ങളൊക്കെ വരുമല്ലോ, മറ്റേ STT ചാർജ്, അങ്ങനെ ടാക്സ് കാര്യങ്ങളൊക്കെ. ബ്രോക്കറേജ് ഇല്ല, അതിൽ ബ്രോക്കറേജ് 0 ആണ് ഫ്ലാറ്റ് ട്രേഡിൽ. ബാക്കി ചാർജും കാര്യങ്ങളൊക്കെ അവിടെ ഒരു 10 രൂപ 400 രൂപ കൂട്ടാം. അപ്പോൾ 400 രൂപയാണ് നമുക്ക് ഒരു ട്രേഡ് SL അടിച്ചാൽ ലോസ് വരാം. ഈ ട്രേഡ് എടുക്കാൻ എത്ര ക്യാപിറ്റൽ വേണ്ടി വരും എന്നറിയാം. ശരിക്കും ഒരു ഇതിൻ്റെ നിഫ്റ്റിയിൽ ഒരു ലോട്ട് അല്ല, നിഫ്റ്റിയിൽ ആവറേജ് ഒരു പ്രീമിയം ഉണ്ടാവുക 200 ഒക്കെ ആയിരിക്കും. ATM ഉള്ള പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 200 ഒക്കെ ആയിരിക്കും വേണ്ടി വരാം. 200 ഇൻറ്റു 65 ആണ് ഞാൻ ഒരു ലോട്ടിൽ എടുക്കണം. ഒരു ലോട്ടിൻ്റെ ക്വാണ്ടിറ്റി ആണ് നിഫ്റ്റിൻ്റെ. അപ്പോൾ 200 ഇൻറ്റു 65 ചെയ്യുകയാണെങ്കിൽ ആവറേജ് ഒരു 13,000 രൂപ മതി നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിപ്ലോയ് ചെയ്യാൻ ആകെ 13,000 മതി. 13,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഞാനിപ്പോൾ 75,000 ക്യാപിറ്റൽ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണല്ലോ. ഈ 75,000 ആവശ്യമില്ല, നമുക്ക് ട്രേഡ് എടുക്കാം. ആകെ 13,000 രൂപ മതി. സോ 13,000, അപ്പോൾ 75,000 വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 75,000, പക്ഷേ നമുക്ക് ശരിക്കും ആവശ്യമാകെ 13,000 ഉള്ളൂ. 13,000 ഇത് സബ്ട്രാക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 62,000 റുപ്പീസ് റിസർവ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. 62,000 രൂപ എക്സ്ട്രാ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഈ 62,000 രൂപ വെച്ചിട്ട് ഞാൻ എത്ര SL എനിക്ക് താങ്ങാൻ പറ്റും? 62,000 ഡിവൈഡ് ബൈ ഒരു SL എത്രയെന്ന് നമ്മൾ കുറച്ച് നേരത്തെ കണ്ട് 390 ആണ് ഒരു SL വരിക. അതായത് ഒരു ലോട്ട് പറഞ്ഞാൽ 65 ക്വാണ്ടിറ്റിയാണ്. 65 ഇൻറ്റു 6 300, അല്ല നമുക്ക് 400 വെച്ച് കൂട്ടാം. ഞാനൊരു ആവറേജ് 400 കൂട്ടാന്ന് പറഞ്ഞല്ലോ. ഡിവൈഡ് ബൈ 400 കൂട്ടാം. ഈക്വലിയാണ് ഇതാ 155 ട്രേഡ് വരെ കണ്ടിന്യൂസ് SL എനിക്ക് ബെയർ ചെയ്യാൻ പറ്റും. ഇത്രയും റിസർവ് ഫണ്ട് ഉള്ളതുകൊണ്ട്, $62,000 റിസർവ് ഫണ്ട് ഉള്ളതുകൊണ്ട് 155 ട്രേഡ് കണ്ടിന്യൂസ് SL. ഒരു ദിവസം ട്രേഡ് എടുത്ത് SL അടിച്ച്, ഒരു ദിവസം ഒരു 3 ട്രേഡ് എടുത്ത് SL അടിച്ച്, അടുത്ത ദിവസം 2 ട്രേഡ് എടുത്ത് SL അടിച്ച്, അടുത്ത ദിവസം 3 SL അടിച്ച്, അങ്ങനെ കണ്ടിന്യൂസ് 5, 10, 1, 2, 3, 4 അങ്ങനെ 155 ട്രേഡ് വരെ. അതിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ചാർജൊക്കെ വരെയായിരിക്കും. ഒരു 150 കൂട്ടാം. ഇനി വേണ്ട 55 കിട്ടും, ഒരു 100 ട്രേഡ് കൂട്ടിക്കോളി. അങ്ങനെ ഒരു 100 ട്രേഡെങ്കിലും കണ്ടിന്യൂസ് SL അടിച്ചാൽ എൻ്റെ ക്യാപിറ്റലിനൊക്കെ അത് ബാധിക്കുള്ളൂ. എനിക്ക് 155 ട്രേഡ് കണ്ടിന്യൂസ് SL അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ട്രേഡ് എടുക്കാനുള്ള ഫണ്ടില്ലാതെ ഇപ്പം, അതായത് 13,000 രൂപ ആണ് മിനിമം ക്യാപിറ്റൽ വേണമെന്ന് പറഞ്ഞത്. ആ ഫണ്ടില്ലാതെ ഇപ്പം, അങ്ങനെ ആ ഫണ്ടില്ലാതെ എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ സിറ്റുവേഷൻ വരുമ്പോഴേ ഉള്ളൂ ഞാൻ മാർക്കറ്റിൽ പാനിക്കാവുക, അല്ലെങ്കിൽ എനിക്ക് അടുത്ത ഓപ്ഷനെ പറ്റി ചിന്തിക്കേണ്ടേ ഉള്ളൂ. അതുവരെ എനിക്കൊരു പ്രശ്നമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ 155 എണ്ണത്തിന് SL അടിക്കാൻ മുന്നേ ഒരു 5, 10 എണ്ണം 15 എണ്ണം അടുപ്പിച്ച് SL അടിക്കുമ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അത് നോക്കിയിട്ട് റെഡി. ഒരു 5, 10, 15 SL അടിക്കുക, അടുപ്പിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ടാർഗറ്റേ വരുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? സ്ട്രാറ്റജി മാറ്റാറ്, സ്ട്രാറ്റജി മോഡിഫൈ ചെയ്യുക. അതിൽ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് അനലൈസ് ചെയ്യാം.
എന്നിട്ട് അതിനനുസരിച്ച് ട്രേഡ് എടുത്ത് നോക്കാം. എന്നിട്ട് വീണ്ടും ഒരു 5-10 അടിക്കണമെങ്കിൽ വീണ്ടും മാറ്റാം. അങ്ങനെ മാറ്റി ഒരു 10-100 ട്രേഡൊക്കെ എടുക്കുമ്പോഴേക്ക് SL അടിക്കുമ്പോഴേക്ക് എനിക്ക് സ്ട്രാറ്റജിയിൽ മോഡിഫിക്കേഷൻസ് വരുത്തി കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ മതി. പിന്നെ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജിയിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് കവർ ചെയ്ത് വരാനും കഴിയും. അപ്പോൾ അതാണ് ഇത്രയും റിസർവ് ഫണ്ട് വെക്കുന്നതിൻ്റെ ഒരു ഗുണം. അപ്പോൾ റിസർവ് ഫണ്ട് ഞാൻ ആദ്യം വെക്കല്ലേ, ആദ്യം 13,000 ഉണ്ടെങ്കിൽ തന്നെ ഒരു ലോട്ട് എടുക്കും ആ രീതിയിലേനി. അതിനുശേഷം റിസർവ് ഫണ്ട് മെല്ലെ കൂട്ടി കൊണ്ടുവന്നു. ഇപ്പം നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. 65 ക്വാണ്ടിറ്റിക്ക് 75,000 ആണ് ഞാൻ വെച്ചിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെക്കാം. എത്ര വേണം കൂട്ടി വെക്കുക, എത്ര വേണം കുറച്ച് വെക്കുക. കുറച്ച് വെച്ചാൽ റിസ്ക് ഭയങ്കര കൂടുതലായിരിക്കും. കൂട്ടി വെക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ. വേറെ ഇപ്പം കഴിഞ്ഞ 3 മാസമായിട്ട് ട്രേഡ് ഇല്ലേന്, അതിന് ശേഷം ഒരു ബ്രേക്കിന് ശേഷമാണ് ഇതിപ്പം ചെയ്യുന്നത്. നല്ല ലോസും കാര്യങ്ങളൊക്കെ വരുന്നത് 4,800 ലോസ്. ഈ 4,800 എന്നൊക്കെ പറഞ്ഞത് 3 ട്രേഡൊക്കെ SL അടിച്ചേക്കും. 1, 2 ഒരു ട്രേഡ് SL അടിച്ച് എത്ര ആയിരിക്കും വരിക? 2 ലോട്ട് അല്ല, ഇത് 4 ലോട്ടിൽ എടുത്തുകൊണ്ടെന്നാണ്. 4 × 65 390 ആണോ? അല്ല, 260 × 6 പോയിൻ്റ് SL അടിച്ചാൽ 1,500. 1,500 3,000 4,000 സംതിങ് അല്ലത്. അപ്പോൾ 3 ട്രേഡൊക്കെ SL അടിച്ചായിരിക്കും അതൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇത് പ്രോഫിറ്റ് 5,000 പ്രോഫിറ്റ്, 3,000 4,000 10,000 പ്രോഫിറ്റ്. സോ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. 24,000 ആണ് നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ്. ഇനി ഏതായാലും നാളെ, ഇന്നിപ്പോൾ സൺഡേ ആണ്, ഇത് ഇന്ന് പോസ്റ്റ് ചെയ്യുമെന്നറിയില്ല. പറ്റണതും തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നാളെ തൊട്ടിട്ട് ആസ് യൂഷ്വൽ ലൈവ് ട്രേഡ് വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.